മാർക്കറ്റിംഗ് എന്തിനെ കുറിച്ച് ചെയ്യുന്നുണ്ടോ എന്ന്, അതായത് നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കണ്ടാൽ നമ്മളത് മനസ്സിലാക്കണം അത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അല്ല. അത്രയും സിമ്പിളായിട്ട് എടുത്താൽ മതി. അപ്പം നമുക്ക് അരിയെക്കുറിച്ചോ ഗോതമ്പിനെ കുറിച്ചോ ചീരയെക്കുറിച്ചോ ഒന്നും മാർക്കറ്റിംഗ് വരാറില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രോസസ്ഡ് ഫുഡ്സ്, അതായത് മാർക്കറ്റിംഗ് ഒക്കെ നമ്മൾ എല്ലായിടത്തും കാണുന്ന, ഞാൻ ഓരോന്ന് എടുത്ത് പറയുന്നില്ല, സോൾട്ടഡ് ആയിട്ടുള്ള ഫുഡാണെങ്കിലും നമ്മൾ ഈ എയറേറ്റഡ് ഡ്രിങ്ക്സ് ആണെങ്കിലും ജ്യൂസസ്, പാക്ക്ഡ് ജ്യൂസൊക്കെ ആണെങ്കിൽ പോലും അതെല്ലാം ഭയങ്കരമായിട്ട് ഷുഗർ കണ്ടന്റ് ഉള്ളതും നമ്മുടെ ബോഡിക്ക് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. അപ്പം നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡ്സിനേക്കാളും നമ്മൾ റോ ആയിട്ടുള്ള വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുടലിനകത്ത് നമ്മളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഫ്രണ്ട്സ് നമ്മൾ ഇൻഡസ്ട്രീനകത്തുണ്ട്. ബാക്ടീരിയ എന്ന് പറയും. അപ്പം ഗട്ട് ബാക്ടീരിയയാണ് ഗട്ട് ഹെൽത്തിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത്. അപ്പം ഗട്ട് ബാക്ടീരിയക്ക് ഇതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗട്ട് ബാക്ടീരിയക്ക് ഏറ്റവും അനിവാര്യം എന്ന് പറയുന്നത് ഫൈബറാണ്. നമ്മൾ ഈ ചീര, മുരിങ്ങയില, പിന്നെ ബാക്കി നമുക്ക് റെഡിലി കിട്ടുന്ന കുറേ ഫ്രൂട്ട്സ്, നമ്മൾ ഈ ഡെയിലി നമ്മൾ വീട്ടിന് ചുറ്റും കിട്ടുന്ന വാഴത്തട തോരനായാലും കൂമ്പ് തോരൻ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബാക്ടീരിയക്ക് ഒരുപാട് ഫുഡ് കിട്ടും. അത് മാത്രമല്ല, അത് കാരണം ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ആ ബാക്ടീരിയസ് പ്രൊഡ്യൂസ്, അതാണ് നമ്മളെ ബോഡിയുടെ ഗട്ടിന്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.